ഓണായിട്ട് ഓണത്തല്ലൊന്നും കണ്ടില്ല കണ്ടില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഓടിപ്പോയി ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് കാണുക. കാരണം നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തല്ലാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ കാണിച്ചിട്ടുണ്ട്. നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന തല്ലെന്ന് പറയുന്നത് ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഇതുവരെ കാണാൻ പറ്റാത്ത ഒരു വലിയ തല്ലാണ് നാളത്തേൽ കാണിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എപ്പിസോഡിലെല്ലാം അടി മാത്രമേ ഉള്ളൂ. അടി എന്ന് പറഞ്ഞാൽ വൻ അടിയാണ്. ഇത്രയും ദിവസം 13 ദിവസമായിട്ട് ഞാൻ ഇതുവരെയും കാണാത്ത അടിയാണ് ഇന്ന് നടന്നത്. ആൻഡ് അതിനേക്കാളും വലിയ സംഭവമാണ് അവർ നാളെ വെച്ചിരിക്കാൻ പോകുന്നത്. നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയിൽ അയ്യോ എനിക്കൊന്നും അറിയത്തില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഭയങ്കര വഴക്ക്, അവിടെ നിന്ന് പിടിച്ച് തള്ളുന്നു, മാറുന്നു, ഭയങ്കരമായിട്ടും വീട്ടിലുള്ളവരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്, ആൻഡ് ജഡ്ജസ് വരെ ഇടപെടുന്നു, എന്താ പറയുന്നത്, അങ്ങനെയൊക്കെ പറയുന്നത് എന്താന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇടപെടുന്നുണ്ട്. അങ്ങനെ ഒരു വൻ അടിയാണ് നാളെ നടക്കാൻ പോകുന്നത്. സോ ഞാൻ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ കണ്ടില്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡും നാളത്തെ എപ്പിസോഡും തന്നെ നിങ്ങൾ എടുത്ത് കാണും. ഇതുവരെ കണ്ടില്ലെങ്കിൽ ഇന്നത്തെ നാളത്തെ മാത്രം കണ്ടത് നല്ല അടിപൊളി എപ്പിസോഡ്സ് ആണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനം ജഡ്ജസ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിനി നിങ്ങളെ ഇതൊന്നും ജഡ്ജ് ചെയ്യാൻ താല്പര്യമില്ല, ഞങ്ങൾ പറയുന്ന പോലെ ഒന്നും നിങ്ങൾ നിൽക്കുന്നില്ല, നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാനാണ് ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ജഡ്ജസ് അവസാനം ഫ്ലോറിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതെ, 3 ജഡ്ജസ് അവസാനം ഫ്ലോറിൽ നിന്ന് ദേഷ്യം വന്ന് ഇറങ്ങിപ്പോയി. അവസാനം ഇതൊന്നും അറിയാണ്ട് ഷോ എങ്ങനെ നിർത്തണമെന്ന് പോലും അറിഞ്ഞുകൂടാണ്ട് റനീഷ വന്ന ശേഷം ഇതേ കാര്യം തന്നെ അവൾ പറഞ്ഞത്, ഈ ജഡ്ജസ് എല്ലാവരും ഇറങ്ങിപ്പോയി, എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാനും ബൈ പറഞ്ഞ് പോവുകയാണ്, അതുകൊണ്ട് ഇന്നത്തേക്ക് ബൈ എപ്പിസോഡ് തീരുകയാണെന്ന് പറഞ്ഞ് റനീഷയും കൈ ഒഴിഞ്ഞു. അങ്ങനെ പോവുകയാണ്. കണ്ടസ്റ്റൻസ് എല്ലാവരും ഇങ്ങനെ ഞെട്ടിയിരിക്കുകയായിരുന്നു, ജഡ്ജസ് എന്തിനാ ഇറങ്ങിപ്പോയത് എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ നിൽക്കുകയാണ്. എല്ലാവരും വിചാരിച്ച് അവർ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരുന്നു. കണ്ടസ്റ്റൻസ് മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ടെക്നീഷ്യൻസ് ഇവരെല്ലാവരും ഇങ്ങനെ കണ്ണും തള്ളി നോക്കി നിൽക്കുകയായിരുന്നു, ഇവരെന്തിനാ ഇങ്ങനെ ഇറങ്ങിപ്പോയത്, ഇനി ഇതവരുടെ സ്ക്രിപ്റ്റിന്റെ ഭാഗമാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇന്നലത്തെ ടാസ്കിന്റെ ഒരു പോക്ക് കണ്ടിട്ട് ആക്ച്വലി ഇതൊരു സ്ക്രിപ്റ്റിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അവർ ഓവറായിട്ട് കാണിച്ചായിരിക്കും, കുറച്ച് റേറ്റിംഗും ഈ പറഞ്ഞ ആൾക്കാർ സംസാരിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഓവറായിട്ട് ചിലപ്പം കുറച്ചൊന്ന് കൂട്ടി കാണിച്ചായിരിക്കും. പക്ഷെ ഇന്നലെ കാണിച്ച കളിയുടെ ഒരു അടിസ്ഥാനത്തിൽ അവർ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് ഇവർ ഇറങ്ങി പോയെന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നലത്തെ ടാസ്കിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇന്നലെ പ്രധാനമായിട്ടും 2 ടാസ്കുകളാണ് ഉണ്ടായിരുന്നത്. ഒരെണ്ണം നമ്മൾ എന്നും കാണാറുള്ള കുറ്റം പറയുക നല്ലത് പറയുക എന്നുള്ള നമ്മുടെ ട്രഡീഷണൽ അല്ലെങ്കിൽ ക്ലാസിക് ബിഗ് ബോസ് ടാസ്ക് ആണ്. ഒരു കണ്ടസ്റ്റന്റിനെ വിളിച്ച ശേഷം ആ ഒരു കണ്ടസ്റ്റന്റിനെ അപ്പൊ അവർ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറ്റത്തിന് പകരം വിശ്വാസമുള്ളത് കുറ്റത്തിന് പകരം വിശ്വാസമില്ലാത്ത ആൾക്കാരും ആൻഡ് നല്ലതിന് പകരം വിശ്വാസമുള്ള ആൾക്കാരും എന്നുള്ള രീതിയിലായിരുന്നു അവർ ആ ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ കണ്ടസ്റ്റൻസും വന്ന ശേഷം അവർക്ക് അവിടെ ഏറ്റവും വിശ്വാസമുള്ള ഒരാൾ ആരാണെന്ന് പറയും, ആൻഡ് വിശ്വസിക്കാനുള്ള കാരണം എന്താണെന്ന് പറയും. അതുപോലെ തന്നെ അവിടെ വിശ്വാസം ഇല്ലാത്ത ആൾ ആരാണെന്ന് പറയും, ആൻഡ് ആ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്നും പറയും. അപ്പം അതിനകത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നില്ല എന്ന ആൾക്കാർ പറഞ്ഞ ഷിബിന എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ്, ഷാമോൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ആയിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞായിരുന്നു, എനിക്ക് അറിയത്തില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അതല്ലല്ലോ നമ്മുടെ വിഷയം തന്നെ, വിശ്വസിക്കുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ. അപ്പം ഇതായിരുന്നു ടാസ്ക് എന്ന് പറഞ്ഞത്. അപ്പം ഈ ഫസ്റ്റ് ടാസ്കിനകത്ത് തന്നെ അവിടെ കിടന്ന് നല്ല വഴക്കും അടിയൊക്കെ നടന്നു. അതിന്റെ ഇടയിൽ തന്നെ ഈ ലൊലീറ്റ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് വന്ന് എന്തോ പറഞ്ഞപ്പോഴേക്കും സോന എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് നീ ഇറങ്ങി പോടിയെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. ലൊലീറ്റയ്ക്ക് മാന്യമായിട്ട് സംസാരിച്ചുകൂടെ എന്ന് പറഞ്ഞ ലൊലീറ്റ പിന്നെ അങ്ങോട്ട് പോയി, പിന്നെ ഷാട്ടപ്പ് എന്ന് ലൊലീറ്റ പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അവര് തമ്മിൽ ഒരു വലിയ വഴക്കവിടെ ഉണ്ടായി. ആൻഡ് എന്നിട്ടും ജഡ്ജസ് ഒന്നും ഇടപെട്ടില്ല, എല്ലാവരും അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നിങ്ങൾ അടി വെക്കൂ, ഏതുവരെ പോകുമെന്ന് നിങ്ങൾ നോക്കട്ടെ എന്നുള്ളൊരു മൈൻഡാണ് ആക്ച്വലി ജഡ്ജസിനുള്ളത്. നിങ്ങൾ എന്ത് കാണിച്ചാലും ഞങ്ങൾ ഇവിടെ കിടന്ന് ഭയങ്കര ഓവറാകുമ്പോൾ അവർ ഇടപെടാറുണ്ട്, പക്ഷെ സ്റ്റിൽ അവർക്കറിയാം ഈ പറയുന്ന മാതിരി നിങ്ങൾ അടി വെച്ച് ഏതുവരെ പോകുമെന്ന് ഞങ്ങൾക്ക് കാണും എന്നുള്ളൊരു പരിപാടി അവർക്കുണ്ട്. അപ്പം പ്രധാനമായിട്ട് ഈ പറയുന്ന ടാസ്കിന്റെ ഉദ്ദേശം തന്നെ വേറെ ഒന്നുമല്ല. ഇവർ ആക്ച്വലി ഇത് ചെയ്യിപ്പിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കണ്ടസ്റ്റൻസിനും അവിടെ ഒരു സേഫ് സോൺ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ കണ്ടസ്റ്റൻസിനും അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഉള്ളതുപോലെ തന്നെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പം ഈ ഇഷ്ടമുള്ള ആൾക്കാരെ അവരെ എക്സ്പോസ് ചെയ്യുമോ അല്ലെങ്കിൽ കൊണ്ടുവരുമോ, ഗെയിമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതറ്റം വരെ പോകും എന്നാണ് അവർ കറക്റ്റ് ആയിട്ട് നോക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒരു സംഭവം, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ചൂസ് ചെയ്യുക, ഇഷ്ടമില്ലാത്ത ഒരാളെ ചൂസ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സംഭവം അവർ ടെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതായത് അവർ അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പൊസിഷനിലോട്ട് പോകുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ സിമ്പിളായിട്ട് അവർക്ക് ചൂസ് ചെയ്യാം, ഇഷ്ടമില്ലാത്ത ഒരാളെയും ചൂസ് ചെയ്യാം, അവർക്ക് അതിന്റെ ആയിട്ടുള്ള റീസൺസും പറയാം. പക്ഷേ ഇതിന്റെ അടുത്തൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ഇവിടെയാണ് ആക്ച്വലി എല്ലാവരും പെട്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ അടുത്തുള്ള ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിക്കായിട്ട് കണ്ടിട്ടുള്ള, നമ്മുടെ സ്ക്വിഡ് ഗെയിമിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ടാസ്ക് ആണ് ആക്ച്വലി. അതായത് അവരുടെ നെറ്റിയിൽ ഒരു സംഭവം കെട്ടിയ ശേഷം അതിന്റെ ബാക്കിൽ ഒരു കളറിലുള്ള ഒരു സംഭവം വെക്കും, അതായത് കളറിലുള്ള ഒരു ബട്ടൺ വെക്കും. അപ്പം ഈ ബട്ടണിന്റെ അതേ കളറിൽ തന്നെയുള്ള 4 സർക്കിൾസ് അവർ താഴെ വെച്ചിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു യെല്ലോ കളർ സർക്കിൾ, ഒരു ബ്ലൂ കളർ സർക്കിൾ, ഒരു ഗ്രീൻ കളർ സർക്കിൾ, ഒരു റെഡ് കളർ സർക്കിൾ. അപ്പം ഇവരുടെ തലയുടെ ബാക്കിൽ വെക്കുന്ന കളർ ഏതാണെന്ന് ഇവർക്ക് അറിയത്തില്ല, തലയുടെ ബാക്കിൽ വെക്കുന്നത്. അപ്പം നമ്മൾ ഈ തലയുടെ ബാക്കിൽ വെക്കുന്ന കളർ ഇവരുടെ അടുത്തുള്ള കണ്ടസ്റ്റന്റിന്റെ അടുത്ത് ഇവർ പോയി ചോദിക്കണം. അപ്പൊ ഇവര് പോയി ചോദിച്ച ശേഷം ഈ കണ്ടസ്റ്റന്റ് കറക്റ്റ് ഉത്തരം പറഞ്ഞെടുക്കുകയാണെങ്കിൽ, കറക്റ്റ് ആയാലും തെറ്റാണെങ്കിലും ഈ കണ്ടസ്റ്റന്റ് ഒന്നെങ്കിൽ അവർക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. അപ്പം ഇവർ പറയുന്ന ആ ഒരു ഇതിൽ പോയി ബേസിക്കലി ഇവരുടെ തലയുടെ ബാക്കിലിരിക്കുന്ന കളർ ഏതാണെന്ന് സ്വന്തം ഇതിൽ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്
അവർ വിശ്വസിക്കുന്ന ആൾ വഴി ഇത് ഐഡന്റിഫൈ ചെയ്ത ശേഷം കറക്റ്റ് ആയിട്ടുള്ള ആ സർക്കിളിൽ പോയി നിൽക്കുക എന്നുള്ളതാണ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം ഇതിന് തൊട്ട് മുന്നെയാണ് ഈ പറയുന്നത് മാതിരി നിങ്ങൾക്ക് ആരെയൊക്കെ വിശ്വസിക്കാം, നിങ്ങൾക്ക് ആരെയൊക്കെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ചാൻസും കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു സംഭവം കൊടുക്കുന്നത് വഴി അവർ നേരത്തെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെ വിശ്വസിക്കുമെന്ന ഒരാൾ അവർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ വിശ്വസിക്കുന്നില്ല എന്നും ചൂസ് ചെയ്ത് കഴിഞ്ഞു. ബേസിക്കലി ജഡ്ജസിന് വേണ്ടത് വേറൊന്നും ആയിരുന്നില്ല. ഈ പറഞ്ഞ മാതിരി നിങ്ങൾ വിശ്വസിക്കും എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ എന്തുമാത്രം വിശ്വസിക്കുന്നു എന്ന് അവർക്ക് അവിടെ കാണണമായിരുന്നു. കാരണം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ടാസ്ക് വരുമ്പോഴേക്കും ഇവരെന്തായാലും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുടെ അടുത്ത് പോയി ചോദിക്കുമല്ലോ. ഈ പറഞ്ഞ മാതിരി ഓക്കെ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പോയി ചോദിക്കുന്നു, അപ്പൊ നിങ്ങൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മേ ബി അവർ വിശ്വസിക്കുന്നതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവർ കറക്റ്റ് സ്ഥലത്ത് വന്നിരിക്കും. അപ്പൊ അതുപോലെ എന്തുമാത്രം അവരുടെ ആ ഒരു വിശ്വാസത്തിന്റെ ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ആഴം എത്ര ഉണ്ട് എന്ന് ഇവർക്ക് ജസ്റ്റ് ഒന്ന് അളക്കണം. എന്തായാലും ഈ പറയുന്ന ഗെയിമിൽ ഒരാൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു ഇൻഡിവിജ്വൽ ഗെയിമാണ്. അപ്പം ഒരു പോയിന്റ് വെച്ച് എന്തായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളം പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഗെയിമാണ് വലുതെന്ന് കാണിക്കേണ്ടി വരും. അപ്പം ഗെയിമാണ് ഏറ്റവും വലുത്. ഇതൊരു ഗെയിം ഷോ ആണെന്നും ആ ഗെയിമായിട്ട് തന്നെ എടുക്കണമെന്നും ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ ആയിരുന്നു ജഡ്ജസിന്റെ ആവശ്യം എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു സംഭവം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഗെയിം അവർ വെച്ചത്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി 12 പേരിൽ 10 പേരും ഈ ഗെയിം അടിപൊളിയായിട്ട് തന്നെ കളിച്ചു എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ, പക്ഷെ അവസാനത്തെ 2 പേരാണ് ഈ ഗെയിം കൊളാക്കിയത്. അപ്പം 10 പേര് ഇത് എങ്ങനെ കളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് മാതിരി തന്നെ അവർ കറക്റ്റ് ആയിട്ട് ആദ്യത്തെ റൗണ്ടിൽ എനിക്ക് 1-2 പേര് ഔട്ടായി. അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ ഈ പറയുന്ന മാതിരി അവർ പോയി ചോദിച്ചു, ഓരോരോ കണ്ടസ്റ്റൻസിന്റെ അടുത്ത് പോയി ചോദിച്ചു. ചിലവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു, ചിലവർ തെറ്റ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ തെറ്റ് പറഞ്ഞു കൊടുത്ത ശേഷം എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കണ്ടസ്റ്റൻസ് ഓക്കെ ഈ പറയുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് തോന്നിയ സ്ഥലത്ത് പോയി നിന്നു. അതിൽ 1-2 പേര് ഔട്ടായി, 1-2 പേര് ഇന്നായി. അപ്പൊ അങ്ങനെയൊക്കെ ഈ ഗെയിം അങ്ങ് മുന്നോട്ട് പോയിരുന്നു. അപ്പം ഒരു റൗണ്ട് എത്തിയപ്പോഴേക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങ് നല്ല കുട്ടികളാവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പൊ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സത്യം പറഞ്ഞു. എല്ലാവരുടെയും തലയുടെ ബാക്കിലുള്ള കളേഴ്സ് ഏതാണെന്ന് എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ ആ റൗണ്ടിൽ ആയ ഔട്ടായില്ല. അപ്പൊ ജഡ്ജസ് എന്ത് ചെയ്തു, ഒരു ലോട്ട് ഇട്ട് തീരുമാനിക്കാന്നുള്ള രീതിയിൽ ഒരു ലോട്ടിൽ അവര് ലോട്ട് ഇടുകയും അതിൽ നിന്ന് ഒരു കണ്ടസ്റ്റന്റിനെ പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും 1 റൗണ്ട് കളിക്കാൻ തുടങ്ങി. വീണ്ടും 3-4 ആൾക്കാർ പെട്ടെന്ന് ഔട്ടാവാൻ തുടങ്ങി. അതിൽ ഏറ്റവും കോമഡി ആയിട്ട് തോന്നുന്നത് ലൊലിറ്റ് 1-2 പേര് ഔട്ടാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഇതായിരുന്നു. ലൊലിറ്റ് ഏറ്റവും ഔട്ടാക്കി വിട്ടത് രാഗേഷിന്റെ പക്ഷെ രാഗേഷേട്ടൻ കറക്റ്റ് ആയിട്ട് ലൊലിറ്റയ്ക്ക് കറക്റ്റ് സംഭവം പറഞ്ഞു കൊടുത്തു. പക്ഷെ പുള്ളിക്കാരി കള്ളം പറഞ്ഞ് രാഗേഷിനെ ഔട്ടാക്കി. കാരണം ലൊലിറ്റയ്ക്ക് അറിയാവുന്ന രാഗേഷേട്ടൻ ലൊലിറ്റ് പറഞ്ഞ വിശ്വസിക്കുന്നു, അങ്ങനെ ഔട്ടാക്കി. അതുപോലെ ശ്യാമിനെ ഇതുപോലെ ലൊലിറ്റ് ഒരു ഗെയിം കളിച്ചിട്ടാണ് പുറത്താക്കിയത്. ആൻഡ് അത് ഈ പറഞ്ഞ മാതിരി പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒക്കെ ഇതായിട്ട് തോന്നും. പക്ഷെ ഗെയിമിന്റെ ഒരു സെൻസിൽ എടുക്കുമ്പോൾ അത് നൈസായിട്ട് ഗെയിം കളിച്ചതായിരുന്നത്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 എത്തിയപ്പോഴേക്കും വീണ്ടും ഒരു റൗണ്ടിൽ ആരും പുറത്താത്തൊരു ഇത് വന്നു. അപ്പം ആ റൗണ്ടിൽ ലോട്ട് ഇട്ടപ്പോഴേക്കും ലൊലിറ്റയുടെ പേരാണ് വന്നത്. അങ്ങനെ പുള്ളിക്കാരും പുറത്തായി. അങ്ങനെ ഇവരെല്ലാവരും പുറത്തായി. അങ്ങനെ ഇവരെല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്തായിട്ട് നിൽക്കുന്ന സമയത്താണ് അവസാനമായിട്ട് വന്നത് നമ്മുടെ ഷാമോനും ഷിജിലാലുമാണ്. അപ്പൊ ഈ ഷാമോനും ഷിജിലാലിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഷിജിലാൽ തൊട്ട് മുന്നത്തെ ഗ്രൗണ്ടിൽ അതിനേക്കാളും ഏറ്റവും വലിയ കോമഡി ഇതൊന്നുമല്ല. നേരത്തെ റൗണ്ടിൽ ഞാൻ പറഞ്ഞു വിശ്വാസമുള്ളതും വിശ്വാസം ഇല്ലാത്തതായിട്ടുള്ള കുറെ ആൾക്കാർ ഇവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ ആക്ച്വലി ഒരുപാട് പേര്, അതായത് എനിക്കിപ്പോ ഒരാളെ വിശ്വാസം ഉണ്ട്, അയാൾക്ക് ഇപ്പൊ എന്നെ വിശ്വാസമാണ് എന്ന് മ്യൂച്വലി പറഞ്ഞ ആൾക്കാർ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചതിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പറ്റിച്ചു. കള്ളം പറയേണ്ടി വന്നു. കള്ളം പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഔട്ടാക്കാൻ ജഡ്ജസ് ഇത് ചോദിക്കുകയും ചെയ്തു. നിങ്ങളല്ലേ നേരത്തെ ഇയാളെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ തന്നെ അങ്ങോട്ട് കള്ളം പറഞ്ഞു. അങ്ങനെ തന്നെ ചോദിച്ചു. ആക്ച്വലി ജഡ്ജസിന് വേണ്ടത് ഇത് തന്നെയായിരുന്നു. നിങ്ങൾ ഏതറ്റം വരെ പോകും ഗെയിമിൽ വിജയിക്കാൻ വേണ്ടി, ഗെയിമിനെ ഗെയിമായിട്ടും ഫ്രണ്ട്ഷിപ്പിനെ ഫ്രണ്ട്ഷിപ്പായിട്ടും കൃത്യമായിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആ ഒരു അപ്രോച്ചിൽ നിങ്ങൾക്ക് ബിഗ് ബോസിൽ പോകാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അവർക്ക് കാണേണ്ടത്. കാരണം നമ്മൾ ഇത്രയും കാലത്ത് ഇതിൽ ഒരുപാട് ഇതിൽ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുണ്ട് കൂട്ടം കൂടി ഗെയിം കളിക്കുക. കൂട്ടം കൂടി ഗെയിം കളിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. കൂട്ടം കൂടി ഗെയിം കളിച്ചാലും നിങ്ങൾക്ക് പുറത്താകാം, അതിനല്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഈ പറയുന്ന മാതിരി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾ ജയിക്കേണ്ട ഗെയിം ആയിരിക്കും. പക്ഷെ എന്റെ ഫ്രണ്ടാണ് എന്റെ അടുത്ത് നിൽക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അയാളെ പുറത്താക്കാൻ പറ്റത്തില്ല, ഞാൻ ഗെയിമും കളിക്കത്തില്ല, വേണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ജയിപ്പിച്ചു. ഈ ഒരു സംഭവം നമ്മൾ ഒരുപാട് സീസണിൽ കണ്ടിട്ടുണ്ട്. ആൻഡ് അത് അത്ര ഗെയിം സ്പിരിറ്റിൽ നോക്കുമ്പോൾ ഒട്ടും നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം ഈ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഗെയിം കൊണ്ടുവന്നത്. ഏതറ്റം വരെ നിങ്ങൾ പോകും, എവിടെ വെച്ച് നിങ്ങൾ ഇയാളെ കള്ളം പറഞ്ഞ അല്ലെങ്കിൽ എങ്ങനെ എപ്പോൾ നിങ്ങൾക്ക് സ്വയം ജയിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കും. ഇതൊക്കെയാണ് ജഡ്ജസിന് ആക്ച്വലി അറിയേണ്ടത്. അപ്പൊ എന്തായാലും ഗെയിമിന്റെ അവസാനം ആയപ്പോഴേക്കും നമ്മുടെ ഷാമോൻ ചേട്ടനും ഷിജിലാൽ ചേട്ടനുമാണ് ഇതിനകത്ത് അവസാനം വന്നത്. ഇവർ രണ്ടുപേരെ കുറിച്ച് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് അറിയില്ല. ഷാമോൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ വരവാണ്. പുള്ളിക്കാരൻ നല്ലതായിട്ട് പറയുന്നത്. പുള്ളിക്കാരൻ ഭയങ്കര നൈസാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇതായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര ഒരു ഭയങ്കര ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഷിജിലാലും ഭയങ്കര റോ ആണ്, ഭയങ്കര അടിപൊളിയാണ്. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല ക്യാരക്ടറുള്ള ഒരാളാണ്. അപ്പം ഇവര് രണ്ടുപേരും ഓപ്പോസിറ്റ് വന്നപ്പോഴേക്കും ആ ഗെയിമിന്റെ ഇത്രയും സെക്ഷനിൽ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ തമ്മിൽ ഒരുമിച്ച് ഒത്തു കളിച്ചുകൊണ്ടിരുന്ന ഇവർ രണ്ടുപേരും തന്നെയാണ് ഒരുപാട് കണ്ടസ്റ്റൻസിനെ പുറത്താക്കിയതും. അത് മാത്രമല്ല ഇവർ രണ്ടുപേരും പുറത്താകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാന കാരണം ഇവർ രണ്ടുപേരും തന്നെയാണ്. ഇവർ രണ്ടുപേരും കറക്റ്റ് ആയിട്ട് ഇവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇവർക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും, ബാക്കിയുള്ളവർക്ക് തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കും. പക്ഷെ അവസാനമായപ്പോൾ എന്ത് പറ്റി, ഇവർ രണ്ടുപേരും മാത്രമേ
അപ്പൊ ഇവര് ഇവർ ഭയങ്കരമായിട്ടുള്ള ഇവർ കോർണറായി, ഇവർക്ക് എന്തായാലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവർ വന്നു. കാരണം ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ പറ്റിക്കണ്ട, അല്ലെങ്കിൽ കള്ളം പറയാണ്ട് ഒരിക്കലും ഈ പറയുന്ന ഗെയിം തീരത്തില്ല. പക്ഷെ ഇവരെന്താ വിചാരിച്ചെന്നറിയാവോ, ഓക്കെ ഞങ്ങൾ എന്തായാലും കള്ളം പറഞ്ഞ് പറ്റിക്കത്തില്ല, അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഔട്ട് ആവത്തില്ല. നേരത്തെ ഇതിൽ നമ്മൾ കണ്ടു, ഇപ്പം ഒരു റൗണ്ടിൽ ആരും ഔട്ട് ആയില്ലെങ്കിൽ ഇവരൊരു ലോട്ടിട്ടാണ് തീരുമാനിക്കുന്നത്. എല്ലാവരുടെയും പേരെടുത്ത ശേഷം ആ പേരെടുത്ത ആൾ ഔട്ടാക്കും. അപ്പൊ അങ്ങനെ തന്നെ ഇവർ ചെയ്യട്ടെ. അപ്പൊ അവർക്ക് തമ്മിൽ ആക്ച്വലി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് ജഡ്ജസ് ഐഡന്റിഫൈ ചെയ്തു. അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ പറഞ്ഞ ഷാമോൻ ചിജിലാൽ എന്ന് പറയുന്ന ആൾക്കാർ ഇവർ രണ്ടുപേരും ആ റൗണ്ടിന്റെ ആ ഗെയിമിന്റെ ഒരു പോയിന്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിച്ചിട്ടില്ല. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലോസ് ആണ്, ഭയങ്കര എന്താ പറയുക, ഒരു സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പം ആ ഒരു ഗെയിമും കൂടെ കഴിയുന്നതോടെ അത്രയും സ്ട്രോങ് ആവും. അപ്പോ ഈ പറയുന്ന ഒരു സിറ്റുവേഷനകത്ത് അവർ ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് കളിക്കുന്നത്. ബാക്കി 10 കണ്ടസ്റ്റൻസിനെ അവർ പ്ലാൻ ചെയ്ത് പുറത്താക്കി, ഓക്കെ വളരെ നല്ല ഗെയിം. പക്ഷെ അവരുടെ അടുത്ത് വന്നപ്പോഴേക്കും അവരത് ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് കളിക്കുന്നത്. അപ്പൊ ജഡ്ജസ് നോക്കി ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇവരെ പുറത്താക്കാൻ പറ്റുമോ? നിങ്ങൾ ഈ പറയുന്ന മാതിരി ഗെയിമിന് വേണ്ടിയിട്ട് ഗെയിം ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ വലുത്? അതായത് കൃത്യമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ പുറത്ത് നോക്കുമ്പോൾ മേ ബി ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും വലുത്, പക്ഷെ ഒരിക്കലല്ല. ഗെയിം അവരവിടെ വന്നിരിക്കുന്നത് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടി ഒരു എന്താ പറയാ, ഒരു ഫാമിലി ആയിട്ട് അങ്ങനെ ആവാനൊന്നും അല്ല. ആക്ച്വലി നമ്മൾ പുറത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ എല്ലാം നമുക്ക് പറയാം, അല്ലെങ്കിൽ എഴുതി വെക്കുമ്പോൾ തിയററ്റിക്കലി ഇതൊക്കെ നല്ലതാണ്, പക്ഷെ പ്രാക്ടിക്കലി ഇതൊരു ഗെയിമാണ്. അപ്പൊ ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജഡ്ജസിന് ഇത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യും. ജഡ്ജസ് ലോട്ട് ഇടണ്ടെന്ന് തീരുമാനിച്ചു. അപ്പൊ 2 പേര് മാത്രം വെച്ച് ആ ഗെയിം അവർ 4 റൗണ്ട് കളിച്ചു വീണ്ടും. അതായത് 2 പേർക്ക് വീണ്ടും കളർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. വീണ്ടും ഇവർ വന്ന് നോക്കുന്നു, പക്ഷെ ഇവർ കറക്റ്റ് കളേഴ്സ് തന്നെ വീണ്ടും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അതായത് രണ്ടുപേരെയും പുറത്താക്കുന്നില്ല. അവസാനം ജഡ്ജസിന് ദേഷ്യം വന്ന ശേഷം അവരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, നല്ല രീതിയിൽ അപ്പോഴേക്കും ഇവർ ഷാമോനും ചിജിലാലൊക്കെ തിരിച്ച് സംസാരിച്ചു. ആക്ച്വലി ഗെയിമിൽ എഴുതിയെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ആൾക്കാരെ, ഗെയിമിന്റെ ടാസ്ക് ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വിശ്വാസമുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് വിശ്വാസമുള്ള ആൾക്കാരുമായിട്ട് ഒരു ഇതുണ്ടാക്കുക എന്നുള്ള രീതിയിൽ എന്തൊക്കെ ടാസ്ക് ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഷാമോൻ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, അത് എങ്ങനെയാണ്. പക്ഷെ അപ്പോഴേക്കും ജഡ്ജസ് ഭയങ്കര ഇതായിട്ട് തുടങ്ങി. നല്ല രീതിയിൽ തന്നെ അവർക്കും ദേഷ്യം വന്നു. കാരണം അവർ 3-4 തവണ ഗെയിം റിപ്പീറ്റ് ചെയ്ത് കളിപ്പിച്ചിട്ടും നിങ്ങൾ ആരും തന്നെ പുറത്താക്കുന്നില്ല. അപ്പൊ അവർ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കയറിയിരുന്ന ജഡ്ജ് ചെയ്തു എന്നുള്ള രീതിയിൽ കുറെ ഡയലോഗൊക്കെ പറഞ്ഞ ശേഷം രഞ്ജിനി ആദ്യം ഇറങ്ങിപ്പോയി, അതിന്റെ പുറകെ അഖിൽ മാലാർ ഇറങ്ങിപ്പോയി, പിന്നെ റിയാസ് സലീം ഇറങ്ങിപ്പോയി. ഇവർ 3 പേര് അങ്ങനെ ഇറങ്ങിപ്പോയി. അങ്ങനെ ഇന്നലത്തെ ഷോ അവിടെ തന്നെ അങ്ങ് തീരുകയായിരുന്നു. ബാക്കി എന്താണെന്ന് നമുക്ക് ഇന്ന് കാണാം. ഇന്നത്തെ എപ്പിസോഡിൽ അഖിൽ മാലാർ 1-2 തവണ പറയുന്നുണ്ടായിരുന്നു, ഇത് ബിഗ് ബോസ് ഹൗസ് അല്ല, ഇത് ബിഗ് ബോസ് ഹൗസ് അല്ല, ബിഗ് ബോസ് ഹൗസിലോട്ട് ആരൊക്കെ പോകണം എന്ന് തീരുമാനിക്കുന്ന അഗ്നി പരീക്ഷയാണിത്, ഇത് ബിഗ് ബോസ് ഹൗസ് അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അഖിൽ മാലാർ ഷാമോന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഷാമോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഫസ്റ്റ് സീസൺ പോയിട്ട് ബാക്കിയുള്ള എല്ലാ സീസണും കണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച് അഖിൽ മാലാറുടെ ഗെയിമൊക്കെ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം അതൊക്കെ പഠിച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇവിടെ കളിക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അഖിൽ മാലാറുടെ ഗെയിം എന്താണെന്ന് അറിയാമെന്നുള്ള ഏകദേശം ഈ പറഞ്ഞ ഷാമോൻ ഈ പറഞ്ഞ കാര്യം എന്താ, അല്ലെങ്കിൽ ഷാമോൻ എന്താ ചെയ്യാൻ ശ്രമിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഈ പറയുന്ന മാതിരി അഖിൽ മാലാറുടെ സീസണിൽ പുള്ളിക്കാരൻ അതിനകത്തൊരു 1-2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഒരാളുണ്ട്, എനിക്ക് പേര് ഓർമ്മയില്ല. പുള്ളിക്കാരന്റെ ലാസ്റ്റ് അഖിൽ മാലാറിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അയാളെ ലാസ്റ്റ് റൗണ്ട് വരെ ഞാൻ എത്തിക്കുന്നു പറഞ്ഞു, ലാസ്റ്റ് ദിവസം വരെ എത്തിച്ചു. സോ അത് ആ ഒരു പോയിന്റ് പിടിച്ചാണ് ഷാമോൻ ആക്ച്വലി കളിക്കാൻ നോക്കിയത്. പക്ഷെ അഖിൽ മാലാർക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി. അവിടെയാണ് അഖിൽ മാലാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു കഴിവെന്ന് പറയുന്നത്. പുള്ളിക്കാരൻ അത് വ്യക്തമായിട്ട് മനസ്സിലായി, ഷാമോൻ എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി, അതിന് തിരിച്ച് കറക്റ്റായിട്ട് മറുപടി കൊടുത്തു, ഇത് ബിഗ് ബോസ് ഹൗസ് അല്ല, ഇത് ബിഗ് ബോസ് ഹൗസ് അല്ല, ബിഗ് ബോസ് തൊട്ട് ആരൊക്കെ പോകണം എന്ന് തീരുമാനിക്കേണ്ട അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഷോ ആണ്. അത് ആ ഒരു ഡയലോഗ് പറഞ്ഞിട്ടും ആക്ച്വലി ഷാമോൻ നിർത്തുന്നില്ല. ഷാമോൻ അത് വീണ്ടും ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിച്ചു. പുള്ളിക്കാരന്റെ സൈഡ് ഒന്ന് എന്താ പറയാ പറഞ്ഞൊന്ന് ശരിയാക്കാൻ വേണ്ടി വീണ്ടും ശ്രമിച്ചു. പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലോപ്പായി. അത് പറയാൻ വേണ്ടി ഒരു അവസരം പോലും രഞ്ജിനി കൊടുത്തില്ല. രഞ്ജിനി അവസാനം ഷാമോനെ എന്ത് അഹങ്കാരമാണ് തനിക്കെന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കരമായിട്ടും പറഞ്ഞു. ലാസ്റ്റ് അവരെല്ലാവരും ഇറങ്ങിപ്പോയി. അപ്പം അവർ ഇറങ്ങിപ്പോയ ശേഷം ഈ പറഞ്ഞ മാതിരി പിന്നെ പ്രത്യേകിച്ച് ആവുന്നില്ലായിരുന്നു. അതിനുശേഷം തന്നെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തു. അപ്പം ലാസ്റ്റ് ഇന്നത്തെ നാളത്തേക്കുള്ള പ്രൊമോയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ടാസ്കുകളുടെ ഒരു പോക്ക് കണ്ട ശേഷം നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീക്ക് മുതൽ ടാസ്കുകളെല്ലാം തന്നെ അവർ വളരെയധികം എന്താ പറയാ ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ടാസ്ക് ആയിട്ട് മാറ്റിയിരിക്കുക. കാരണം അത് പക്കായിട്ടുള്ളൊരു ഇപ്പൊ 2 ഗെയിം എല്ലാ ദിവസവും നടക്കാറുണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും അറിയാം, ആൾക്കാരെ പറ്റി കുറ്റം പറയുക, നല്ലത് പറയുക എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അതൊരു മൈൻഡ് ഗെയിമാണ്. അതുപോലെ രണ്ടാമത് ഫിസിക്കലായിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ ബാലൻസിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ സ്വയമായിട്ട് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് യൂസ് ചെയ്ത് ചെയ്യേണ്ട ഗെയിമാണ് രണ്ടാമത്തെ ഗെയിം എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ ഗെയിം രണ്ടാമത്തെ ഗെയിം തമ്മിൽ നല്ല ഒരു റിലേഷൻ ഉണ്ട്. കാര്യം ഒന്നാമത്തെ ഗെയിമിൽ നിങ്ങൾ ആരെയൊക്കെ ആണ് നല്ലത് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആരെയൊക്കെ കുറിച്ചാണ് തെറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നത്, ഈ പറയുന്ന വ്യക്തികളെ നിങ്ങൾ എങ്ങനെ ഈ ഗെയിമിൽ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വ്യക്തികൾ ഈ ഗെയിമിനകത്ത് ഒന്നുകിൽ നിങ്ങളെ പുറത്താക്കാൻ ശ്രമിക്കുമോ, അല്ലെങ്കിൽ പുറത്താക്കില്ലേ, അല്ലെങ്കിൽ അവർ എങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഗെയിമിനോട് റിയാക്ട് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ഈ പറയുന്ന ഈ ഒരു ഗെയിം വഴി അവർ നോക്കുന്നുണ്ട്.
അപ്പൊ പ്രധാനമായിട്ടും അതിനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഫ്രണ്ട്സോ അയക്കോ എന്ത് വേണോ അയക്കുക, പക്ഷെ ആ പറയുന്ന സംഭവം അതാണ് ഈ ബിഗ് ബോസിന്റെ അകത്ത് അഗ്നിപരീക്ഷയിൽ നിന്ന് ബിഗ് ബോസിലോട്ട് പോകുന്ന ഒരാളിൽ അവർ ഏറ്റവും കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നിങ്ങൾ എന്ത് വേണോ കാണിച്ചു, നിങ്ങൾ ഫ്രണ്ട്സ് അയക്കോ അതയക്കോ ഇതയക്കോ എന്ത് വേണോ അയക്കോ, പക്ഷെ ഗെയിം വരുമ്പോൾ ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ എടുക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള സംഭവമാണ്, ബിഗ് ബോസ് ഹൗസിനകത്ത് പോയ ശേഷം അവർ ഗ്രൂപ്പ് ആവുന്നതിനൊക്കെ ഒരു കുഴപ്പമില്ല, നല്ലത്. പക്ഷെ ഗെയിമുകൾ അലമ്പാക്കുന്നു, ഗെയിമുകൾ ഒരുപാട് ഗെയിമുകൾ ഇങ്ങനെ അവർ കൂട്ടം കൂടി ആരും ജയിക്കേണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് ഗെയിമുകൾ ടാസ്കുകൾ അലമ്പാക്കുന്നുണ്ട്. ആൻഡ് അതിന്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഈ പറഞ്ഞ മാതിരി അവർക്കൊരു എന്താ പറയാ ഇമോഷണലി അല്ലെങ്കിൽ അവർക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് പലരായിട്ടും ഉള്ളതുകൊണ്ട് തന്നെ അവരെ ജയിപ്പിക്കാൻ നോക്കുന്നു, ഇവരെ ജയിപ്പിക്കാൻ നോക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ പോകുമ്പോൾ ഇത് എങ്ങനെ ഓഡിയൻസ് സ്വീകരിക്കും എന്നുള്ളത് മാത്രമാണ് ചോദ്യം എന്ന് പറയുന്നത്. കാരണം ബിഗ് ബോസ് ഹൗസിൽ പോകുമ്പോൾ ഈ പറയുന്ന ഒരു ഗെയിം അവരവിടെ എടുത്താലും മേ ബി ഓഡിയൻസിന് ഇത് ഇഷ്ടപ്പെടാം, മേ ബി ഇത് ഓഡിയൻസിന് ഇഷ്ടപ്പെടാതിരിക്കും. അത് ബിഗ് ബോസ് ഹൗസിൽ പോകുമ്പോഴുള്ള കാര്യം. പക്ഷെ ഇവിടെ ജഡ്ജ് ചെയ്യുന്നത് ഓഡിയൻസ്. ഓഫ് കോഴ്സ് അവർ ഈ പറയുന്ന മാതിരി അവരുടെ നമ്മുടെ ഇതൊക്കെ ഉണ്ട്, ഈ നമ്മുടെ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ പ്രധാനമായിട്ടും 3 ജഡ്ജസ് ഉണ്ട്. അപ്പം അതിൽ അവർ പറയുന്നതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഇൻസ്ട്രക്ഷൻസിലോ അല്ലെങ്കിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഗെയിമിനെ ഗെയിമായിട്ട് കാണുക, അതിന്റെ ഇടയിൽ വേറെ ഒന്നും കൂട്ടിക്കുഴക്കാതിരിക്കുക. അപ്പം ആ ഒരു കാര്യത്തിൽ നമ്മൾ പറയും നമ്മുടെ വോട്ടിംഗ് കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മുടെ വോട്ടിങ്ങിന്റെ ബേസിസിൽ മാത്രമായിരിക്കില്ല ഇതിന്റെ റിസൾട്ട് വരാൻ പോകുന്നത്. വ്യക്തമായിട്ട് നമ്മുടെ വോട്ടിംഗ് പ്ലസ് അവരവിടെ എന്ത് ചെയ്യുന്നു അതിന്റെ പേരിൽ തന്നെ ആയിരിക്കും. കാരണം ഈ പറഞ്ഞ മാതിരി ഈ ടാസ്കുകളിൽ ജയിക്കാതിരിക്കുന്ന ആൾക്കാർ മാത്രമേ നമ്മുടെ ഡേഞ്ചർ സോണിനകത്ത് വരത്തുള്ളൂ, അല്ലെങ്കിൽ ടാസ്കുകളിൽ ജയിക്കാതിരിക്കുന്ന ആൾക്കാർ മാത്രമേ ഇവർ ഡേഞ്ചർ സോണിലോട്ട് കൊണ്ടുവരുന്നുള്ളൂ. ഇപ്പോൾ അപ്പൊ ഡേഞ്ചർ സോണിൽ മേ ബി അവരല്ലാണ്ട് അവർക്ക് ഇഷ്ടമുള്ളവർ നോമിനേറ്റ് ചെയ്യാം, അതൊക്കെ ചെയ്യാം, അവർക്ക് പൂർണ്ണമായിട്ടുള്ള അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിക്കൂ, നമ്മുടെ വോട്ടിങ്ങിന്റെ ബേസിസിൽ മാത്രമായിരിക്കില്ല അവർ നോക്കാൻ പോകുന്നത്, അവിടുത്തെ പെർഫോമൻസിന്റെ കൂടെ ബേസിസിൽ തന്നെ ആയിരിക്കും. വോട്ടിംഗ് എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ മാത്രമാണ്. ആരൊക്കെ ഹൗസിനകത്ത് ഇരിക്കണമെന്ന് അല്ലെങ്കിൽ ആരൊക്കെ ഹൗസിനകത്ത് പോകണമെന്ന് ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ ആരൊക്കെ ഹൗസിനകത്ത് കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടർ മാത്രമാണ് വോട്ടിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ വോട്ടിംഗിന്റെ ബേസിസിൽ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ 3 ജഡ്ജസിന്റെ അവിടെ ഇരുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വെറും ടാസ്കുകൾ മാത്രം കൊടുത്താൽ മതി. ജഡ്ജസിനെ പറഞ്ഞ് വീട്ടിൽ വിട്ടൂടെ, എന്തിനാ ഇത്ര ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് 3 ജഡ്ജസിനെ അവരവിടെ വിളിച്ചിരുത്തിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല ഗെയിം എന്ന് പറയുന്നത്. വോട്ടിംഗ് അത് അതിന്റെ സൈഡിൽ കൂടെ പോകും, അത് ഒരു ഇതിനകത്തുള്ള ഫാക്ടേഴ്സിൽ ഒരെണ്ണം മാത്രമാണ്. പക്ഷെ അവിടെ എങ്ങനെ ഗെയിം കളിക്കുന്നത്, എന്ത് ചെയ്യുന്നു, അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ഞാൻ പറയട്ടെ, അതിനകത്ത് ഇപ്പം എല്ലാവർക്കും അവർക്ക് ഫ്രണ്ട്ഷിപ്പും ഫേവറേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരതെല്ലാം പിടിച്ചുകൊണ്ടിരുന്നതിനാൽ അവർ ഒരിക്കലും ഇതിനകത്ത് എത്താൻ പോകുന്നില്ല. ഈ പറയുന്ന മാതിരി ഷാമോനും ശ്രീലാലും നല്ല ചാൻസ് ഉള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ ഒറ്റ പെർഫോമൻസിന്റെ ബേസിസിൽ രഞ്ജിനി പറഞ്ഞ അധിക കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ഒരൊറ്റ പെർഫോമൻസിന്റെ ബേസിസിൽ അവരുടെ ഒരു ലെവൽ എന്ന് പറയുന്ന മുകളിൽ നിന്ന് താഴെ എത്തി. കാരണം they didn't play the game. ഗെയിം എന്ന് പറഞ്ഞാൽ കളിക്കാനുള്ളതായിരുന്നു, ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ഗെയിമായിരുന്നു. പക്ഷെ അവരെന്താ ചെയ്ത, ഗെയിം കളിച്ചില്ല. അവർ 10 പേർക്കെതിരെ ഗെയിം കളിച്ചു. പക്ഷെ തമ്മിൽ ഗെയിം കളിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെയാണ് അഗ്നിപരീക്ഷ എന്ന് പറയുന്നതിന് അഗ്നിപരീക്ഷ ആവുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ പോയിന്റിൽ വെച്ചാണ് ഇത് അഗ്നിപരീക്ഷ ആവുന്നത്. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുവോ അതോ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുവോ? ഒരു എത്തിക്കൽ ക്വസ്റ്റ്യൻ ആണിത്. എത്തിക്കൽ ക്വസ്റ്റ്യൻ. അതെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മൊറാലിറ്റിയും എത്തിക്സും ഒക്കെ പിടിച്ചുകൊണ്ട് ഓക്കെ ഞങ്ങൾ ഗെയിം കളിക്കുന്നില്ല, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ ആ ഒരു പോയിന്റ് കടക്കാനുള്ള ഒരു മനഃശക്തി അല്ലെങ്കിൽ മനസാന്നിധ്യം ഉള്ളവരെയാണ് അവർ ആക്ച്വലി ബിഗ് ബോസിലോട്ട് നോക്കുന്നത്. ആ ഒരു പോയിന്റ് നിങ്ങൾ കടക്കണം. അതെ, അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഫ്രണ്ട്ഷിപ്പും അതും ഇതും ഒക്കെ വിട്ടിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഗെയിം ജയിക്കാൻ വേണ്ടി നിങ്ങൾ എവിടെയും പോകും, അല്ലെങ്കിൽ എന്തും ചെയ്യും, അല്ലെങ്കിൽ ഏതറ്റം വരെയും പോകുമെന്ന് നിങ്ങൾ അവിടെ പ്രൂവ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്നാൽ അങ്ങനെ പ്രൂവ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരും താഴെയാണല്ലോ. അതെ, അവരും താഴെയാണ്. നിങ്ങളിപ്പം എന്തും ചെയ്യാം എന്നൊരു സംഭവം അവിടെ ഇല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എത്തിക്സ് വേണം. അതായത് നമ്മളിപ്പോ ഗെയിം കളിക്കാൻ വേണ്ടി നമ്മൾ ഫെയർ ആയിട്ട് കളിക്കണം. ഈ പറഞ്ഞാൽ എല്ലാവരും പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലർക്കും എതിരെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ പോലും അതിനകത്തൊരു എത്തിക്സ് ഉണ്ട്. അപ്പം ആ ഒരു എത്തിക്സ് വെച്ച് കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അത് തന്നെയാണ് ആ ജഡ്ജസ് ഇന്നത്തെ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത്. പക്ഷെ ഇതില്ലാണ്ട് ഞങ്ങളുടെ ഫേവറേറ്റ്സിനെ മാത്രമേ സേവ് ചെയ്യുന്നുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോകുന്നില്ല, ഞങ്ങൾ എന്തായാലും തമ്മിൽ മത്സരിക്കാൻ പോകുന്നില്ല, നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ആ ഒരു ഇത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. അത് ഒരിക്കലും ഓഡിയൻസിന് അക്സെപ്റ്റബിൾ അല്ല, ജഡ്ജസിന് അക്സെപ്റ്റബിൾ അല്ല. കാരണം അത് കാണാനല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിൽ ഓക്കെ, ഇതിന്റെ പുറത്ത് ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നോ. ഇതിനകത്ത് വരുമ്പോൾ നിങ്ങൾ കണ്ടസ്റ്റൻസ് ആണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക്, ഞങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി 5 ദിവസം ഒരു ദിവസം ഒരു വോട്ടേ ഉള്ളൂ, അത് ഒരാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അത് പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ തമ്മിൽ കളിച്ച് നിങ്ങളുടെ ബെറ്റർ പ്ലെയർ ആരാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് പ്ലെയേഴ്സിനെയാണ്. നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ അറിയാവുന്ന കളിക്കാരാണ് അവിടെ വേണ്ടത്. സോ തീർച്ചയായിട്ടും ആ ഒരു ഇത് മനസ്സിലാക്കി തന്നെ കണ്ടസ്റ്റൻസ് ഇനി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ
നമുക്ക് നല്ലൊരു ഷോ, നല്ലൊരു സീസൺ തന്നെ ഇത്തവണ കിട്ടുമെന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാം. നമുക്ക് വിശ്വസിക്കാൻ പറ്റും. കാരണം ഇത്തവണത്തെ ബിഗ് ബോസിനകത്തോട്ട് ഇവിടെ നിന്ന് എന്തായാലും ഒരു പ്ലെയർ ഒന്നല്ല പോകാൻ പോകുന്നത്, അത് ഉറപ്പാണ്. എന്തായാലും ഒന്നിലധികം പ്ലേയേഴ്സ് പോകാൻ പോകുന്നുണ്ട്. ആൻഡ് അതെല്ലാം നല്ല കാലിബർ ഉള്ളവരെ തന്നെ ആയിരിക്കും. അത് ഒരു മാറ്റമില്ല. കാരണം ഇപ്പോൾ ഉള്ള 12 പേരിൽ 1-2 പേര് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ്. ഇതിൽ നിന്ന് ആരൊക്കെ മുന്നോട്ട് വിടണമെന്ന് നമുക്ക് പോലും ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല. വോട്ടിംഗ് പോലും ഇപ്പം ഭയങ്കര കൺഫ്യൂസ് ആണ്. കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പം ഈ പറയുന്ന മതി ഇതിൽ നിന്ന് പോകുന്നവർ എന്തായാലും അത്രയും ക്വാളിറ്റി ഉള്ള ആളുകൾ തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ സീസണിൽ അവിടെ പോയിട്ട് മിക്കവാറും ഇവിടെ നിന്ന് പോകുന്ന ഒരാൾ കപ്പ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം മേ ബി അത് തന്നെ നടക്കും. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം അതിന്റെ ഇടയിൽ വന്ന ശേഷം ഇവൻ എന്റെ ഫ്രണ്ടാണ്, ഞാൻ എന്റെ ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്, വളരെ നല്ലതാണ്. പക്ഷെ ഗെയിമിന്റെ ഇടയിൽ ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ കാണുക. സോ ആ ഒരു റീസൺ കൊണ്ടാണ് ഈ പറഞ്ഞ മാതിരി ഇന്ന് ജഡ്ജസ് ഇറങ്ങിപ്പോയത്. അതിന് നാളെ തൊട്ട് ഇതിന്റെ അപ്പുറത്തെ ടാസ്കുകളാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നാളെ എനിക്ക് തോന്നുന്നു 1 2 3 4 5 6 7 8 അങ്ങനെ കുറെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ നമ്പേഴ്സിന്റെ ഇതിൽ ബോക്സിൽ ആദ്യം ആര് വന്ന് നിൽക്കുന്നു അവിടെ നിന്ന് അവരെ കൺവിൻസ് ചെയ്ത് പുറത്താക്കുക, അങ്ങനത്തെ ഒരു ഗെയിമാണ് നാളെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പറയുന്നുണ്ട്. അപ്പം എല്ലാവരും ആ ഒരു ഗെയിം സ്പിരിറ്റിലോട്ട് എത്തി. അപ്പം രണ്ടുപേര് മാത്രം അങ്ങനെ അതിലോട്ട് എത്താണ്ട് വീക്ക് ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ജഡ്ജസിന് വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല, പ്രേക്ഷകർക്കും വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല. സോ ഗെയിം കളിക്കുക, ഗെയിം കാണുക, ആൻഡ് എപ്പിസോഡ്സ് എല്ലാം നിങ്ങൾ കാണുക, മിസ് ചെയ്യരുത്. കാരണം ഇത് വേറെ ലെവൽ ഷോ ആണ്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് ഈ ഷോ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരും പോയി കാണുക, ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി എല്ലാവരും വോട്ട് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിനെ നോക്കി തന്നെ നിങ്ങൾ വോട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾ ചിന്തിച്ച് തന്നെ വോട്ട് ചെയ്യുക. ബിഗ് ബോസ് ഹൗസിനകത്ത് ആര് വേണം, ബിഗ് ബോസ് ഹൗസിനകത്ത് ആര് വന്നാൽ എന്ത് കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം എന്ത് ടൈപ്പിലുള്ള കണ്ടന്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടണം അതൊക്കെ ആലോചിച്ച ശേഷം മാത്രം നിങ്ങൾ വോട്ട് ചെയ്യുക. സോ ഇന്നത്തെ അത്രയുള്ളൂ. സൈനിങ് ഓഫ്, അജിത്ത്.